വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താ പറയാ, ഞാൻ എന്ത് ആഗ്രഹിച്ചു അത് നിങ്ങൾ തന്നെ രാവിലെ നമ്മൾ ഡിസ്കഷൻ തന്നെ അതേ ഐഡിയയിൽ വന്നു. പക്ഷെ നിങ്ങളുടെ ആ സർവീസ് ഈസ് വെരി വണ്ടർഫുൾ. അതെന്തെന്ന് പറഞ്ഞാൽ അത് ഞാൻ വളരെ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല സർവീസ് അത് ലോജിക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഐ ആം വെരി വെരി ഹാപ്പി. ഇന്ന് നമ്മുടെ ശരിക്കും നല്ല റിക്വയർമെന്റ് എന്തായിരുന്നു? നമ്മുടെ ശരിക്കുള്ള റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8 കിലോ വാട്ടിന്റെ സോളാർ പവർ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് KSEB പവർ സപ്ലൈ ഉണ്ടായിരുന്നു. 3 ബേസ് സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഈ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചെയ്തിട്ടുള്ള സിസ്റ്റം അത് ലോഡ് ബാലൻസ് അല്ലായിരുന്നു. അപ്പൊ ലോഡ് ബാലൻസ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് മാത്രം നമ്മൾ എസെൻഷ്യൽ ലോഡും നോൺ എസെൻഷ്യൽ ലോഡും വിത്ത് മീറ്റർ ആയിട്ട് സെപ്പറേറ്റ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സോളാർ ടീം അത് ചെയ്ത്, പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ പറഞ്ഞതിനകത്തൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് അവര് പിന്നെ പ്രത്യേക മീറ്റർ വെച്ച് നോൺ എസെൻഷ്യലും എസെൻഷ്യലും വെച്ച്, പക്ഷെ ഒറ്റ ഫേസ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. നമ്മുടെ സോളാറിന്റെ ഇത് ചെയ്തപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ആയി നേരത്തെ ഇരുന്നതിനേക്കാൾ. പക്ഷെ അതനുസരിച്ച് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടിയില്ല. അതായത് സോളാർ വെച്ചതിന്റെ എന്ത് ബെനിഫിറ്റ് ആണോ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അത് നമുക്ക് കിട്ടിയില്ല. വെക്കുകയും ചെയ്ത്, പക്ഷെ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്. അപ്പൊ എന്താ ഇത്രയും പിന്നെ സോളാർ സിസ്റ്റം ചെയ്തിട്ടും നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ബില്ല് കൂടുതൽ അടയ്ക്കേണ്ടി വന്നു. അപ്പൊ അത് വീണ്ടും വീണ്ടും അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്രയും പിന്നെ 8 കിലോ വാട്ടിന്റെ സോളാർ ഇതും പിന്നെ നമ്മുടെ KSEB ഉണ്ടായിട്ടൊന്നും ഇമ്പോർട്ടിംഗ് ആണ് കൂടുതൽ. എക്സ്പോർട്ട് കൂടുതലുണ്ട്, പക്ഷെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന പൈസ കുറവായതുകൊണ്ട് എന്ത് ചെയ്ത് ഇത് നമുക്ക് ലോഡ് ബാലൻസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ചെയ്ത ആൾക്ക് അത് പിന്നെ പറ്റിയില്ല. അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. അവർ ചില പിന്നെ ടെക്നിക്കൽ ആയിട്ട് അവർക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം ഫിക്സ് ചെയ്യാനായിട്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഏജർ പാക്കുമായിട്ട് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ കുറെ നാളായിട്ടായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാനിങ്ങനെ കണ്ടിന്യൂ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ ഒരു യൂട്യൂബ് ഇത് കണ്ടത്. അതുപോലെ കണ്ടപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ട് ഞാൻ അതിനെപ്പറ്റി വിളിച്ച് ഇങ്ങനെ സംസാരിച്ച്, അന്നേരം പിന്നെ അതിന്റെ യഥാർത്ഥ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ അനുസരിച്ച് പിന്നെ നമ്മൾ ഫോണിലൂടെ വെർബലായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ എല്ലാം അയച്ച് തർക്കത്തിന്റെ പിന്നെ നമ്മുടെ ഇവിടുത്തെ എക്സസൈസ് സിസ്റ്റത്തിന്റെ എല്ലാം അയച്ച്, പിന്നെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, പിന്നെ അതനുസരിച്ച് ഒരു ദിവസം ഫൈനലൈസ് ചെയ്ത് വരാമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ലോഡെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ആൾമോസ്റ്റ് ബാലൻസ് ചെയ്ത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതിൻ്റെ പിന്നെ വിത്ത് ഫുൾ എഫേർട്ട് അതെടുത്ത് ചെയ്ത് ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നോർമലായി. നിങ്ങളുടെ ആ സർവീസ് ഈസ് വെരി വണ്ടർഫുൾ. അതെന്തെന്ന് പറഞ്ഞാൽ അത് ഞാൻ വളരെ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല സർവീസ് അത് ലോജിക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഐ ആം വെരി വെരി ഹാപ്പി. അത് നിങ്ങളെ ഞാൻ പിന്നെ ഇനി മറ്റാൾക്കാർക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഒരു ഇതുപോലെ, അതായത് മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളെ ഇതിന്റെ നമ്മളൊരു പണി കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരാൾ വന്ന് നോക്കുന്നു. അപ്പൊ അതിന്റെ ആ ലോജിക്കായിട്ട് ഇത് ചെയ്യുന്നത് അതിനെല്ലാം ഉപരി ഞാനും ഇതിന്റെ ഒരു ബേസിക്കായിട്ട് ഞാനും ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. പക്ഷെ എന്താ പറയുക, നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടേ നമുക്കത് ചെയ്യും. പക്ഷെ എന്നാൽ കാര്യങ്ങൾ കുറെ കണ്ടാൽ മനസ്സിലാവും നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തും വർഷങ്ങളായിട്ട് ഇത് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ മസ്കറ്റിൽ ഒരു ബിസിനസ് ചെയ്തു. ബാലേന്ദ്രനാണ് പേര്. 35 വർഷമായിട്ട് ഗൾഫിലാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് തന്നെയാണ്. പുറത്താണെന്ന് മാത്രം. ടെക്നിക്കൽ ഫീൽഡിലാണ് ആള് ബിസിനസ് ചെയ്യാണ്. അപ്പം പുള്ളിക്കാണ് ഇവിടെ ഒരു റിക്വയർമെന്റ് വന്ന് ഇപ്പം സാറ്റിസ്ഫൈഡ് ആണെന്നാണ്. വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താ പറയാ, ഞാൻ എന്ത് ആഗ്രഹിച്ചു അത് നിങ്ങൾ തന്നെ രാവിലെ നമ്മളെ ഡിസ്കഷൻ തന്നെ അതേ ഐഡിയയിൽ വന്നു. ഞാനും എന്താ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അവര് നേരത്തെ കൊടുത്തിട്ടുള്ളത് ഒരു ഫേസ് വിത്ത് മീറ്റർ ആണ്. അപ്പൊ ഒരു ഫേസും കൂടെ കൊടുത്ത് നമുക്ക് എങ്ങനെ ലോഡ് ബാലൻസ് ചെയ്ത് മാക്സിമം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ മാക്സിമം നമുക്കിവിടെ കൺസ്യൂം ചെയ്യുന്ന ഒരു കൺസെപ്റ്റിൽ വരണമെന്ന് വിചാരിച്ച്
ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. എൻ്റെ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത്, അപ്പോൾ എസെൻഷ്യലിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റ ഫേസ് മാത്രം കൊടുത്ത് വിത്ത് മീറ്റർ. നോൺ എസെൻഷ്യലിന് 2 ഫേസ് വിത്ത് അഡീഷണൽ മീറ്റർ. അപ്പോൾ അത് KSEBിയുടെ റിക്വയർമെന്റ് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നെറ്റ് മീറ്ററിങ് പ്ലസ് 2 മീറ്റർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഹൈബ്രിഡ് സിസ്റ്റം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹൈബ്രിഡിന്റെ എന്താണോ റിക്വയർമെന്റ് നമുക്ക് അത് കിട്ടിയില്ല ഇതുവരെ. അത് ഇനി നമ്മൾ ഈ ഫീച്ചറിൽ കിട്ടണം. ആ ബാറ്ററി നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ ബാറ്ററിയുടെ ഔട്ട്പുട്ട് വളരെ കുറച്ച് ലൈറ്റുകളിലേക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഏരിയയിൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്, പക്ഷെ അത്രയും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണക്ട് ചെയ്തേക്കുന്ന ലോഡുകളാണെങ്കിലും അൺബാലൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നിലുള്ള മറ്റു സാധ്യതകളും ഒക്കെ കൂടുതലായിരുന്നു. അപ്പം താങ്ക് യു സാർ. സർവീസ് ഉണ്ടല്ലേ, വെരി ഫണ്ടാസ്റ്റിക്. പിന്നെ എന്തെങ്കിലും ഇനി എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദൂരം നോക്കരുത്, നമുക്കൊന്ന് എന്തെങ്കിലും ഒരു പറയാനോ. റെസ്പോൺസിബിൾ ആണ്. അതാണ് സാറിന്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. അതുകൊണ്ട് ഞാൻ ഈ പൈസ കാര്യങ്ങളൊന്നുമേ നമ്മളൊരു പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നോക്കാതെ. നിങ്ങളുടെ ആ സർവീസ് ഇസ് വെരി വണ്ടർഫുൾ. ഹൈബ്രിഡ് സോളാർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഈ സിസ്റ്റം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതിന് കാരണം ഈ എക്സിസ്റ്റിംഗ് വയറിംഗ് സിസ്റ്റത്തിലേക്ക് ഈ സോളാർ കണക്ട് ചെയ്തതിലുള്ള ചില മിസ്റ്റേക്കുകളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടുത്തെ ലോഡുകളാണെങ്കിലും ഫേസ് അൺബാലൻസിങ്ങും അതുപോലെ സർക്യൂട്ട് അൺബാലൻസിങ്ങും ഒക്കെ ഇതിൽ പ്രധാന പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് കണക്ഷനിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കസ്റ്റമറുടെ ഭാഗത്തുനിന്നുള്ള ശരിയായ ഇൻഫർമേഷനുകളും സഹകരണവുമാണ് വേണ്ടത്. അത് ബാലേന്ദ്രൻ സാറിൻ്റെ അടുത്ത് കിട്ടി എന്നുള്ളതാണ്. താങ്ക് യു ബാലേന്ദ്രൻ സാർ. ഞാൻ രൂപേഷ് പതാലിൽ, വയറിംഗ് സൊല്യൂഷൻ എക്സ്പെർട്ട്. കൂടുതൽ അറിയാൻ ഫോളോ ചെയ്യും.